ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിപ്പിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയെന്ന റിമാൻഡ് റിപ്പോർട്ട്. തർക്കമുണ്ടായ ശേഷം പോകാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ഐവിൻ തടഞ്ഞത് പ്രകോപനത്തിന് കാരണമായി. ബോണറ്റിൽ വലിച്ചുകൊണ്ടുപോയ ശേഷം റോഡിലേക്ക് വീണ ഐവിന്റെ മുകളിലൂടെ കാർ കയറിയിറങ്ങി. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്റർ വലിച്ചിഴച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ സേവ്യർ, ഗുരുതരമായ ആരോപണങ്ങളാണ് CISF ഉദ്യോഗസ്ഥർക്കെതിരെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വായിക്കുമ്പോൾ തന്നെ അത് ഞെട്ടലുണ്ടാക്കുന്നു. എന്താണ് അതിന്റെ പൂർണ്ണ രൂപം? അല്പം മുൻപാണ് ഈ പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥരെയും റിമാൻഡ് ചെയ്തത്. കോടതിക്ക് പുറത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസും DYFും ഒക്കെ നടത്തിയിരുന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ കൃത്യമായി വലിയ അല്ലെങ്കിൽ ഈ കണ്ടാൽ നമുക്ക് ഒട്ടും ചിന്തിക്കാനാകാത്ത തരത്തിലുള്ള ഈ റിപ്പോർട്ടുള്ളത്. അതായത് കാർ ഇടിപ്പിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നാണ് ഈ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായത്. ഈ തർക്കമുണ്ടായ ശേഷം ഈ CISF ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഐവിൻ അവരെ തടഞ്ഞതും പിന്നീട് ഈ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയതും അത് CISF ഉദ്യോഗസ്ഥർക്ക് പ്രകോപനം ഉണ്ടാകാൻ കാരണമായി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഒപ്പം തന്നെ ഈ 1 കിലോമീറ്റർ ദൂരത്തോളമാണ് ഈ ഐവിനെ ബോണറ്റിൽ വലിച്ചഴിച്ചു കൊണ്ടുപോയത്. പിന്നീട് ഈ സംഭവം അവസാനം എത്തുന്നതിന് മുമ്പ് ഈ ബോണറ്റിൽ നിന്നും ഐവിൻ റോഡിലേക്ക് വീഴുകയായിരുന്നു. പിന്നീട് ഐവിൻ കാറിനടിയിൽപ്പെടുന്നു. ഈ കാറിനടിയിൽപ്പെട്ട ഐവിനെയും വലിച്ചിരിച്ചുകൊണ്ട് വീണ്ടും 37 മീറ്റർ ഈ കാർ സഞ്ചരിച്ചു. ഈ CISF ഉദ്യോഗസ്ഥർ പിന്നെയും 37 മീറ്റർ മുമ്പോട്ട് പോയി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. പിന്നീട് ഈ നാട്ടുകാരടക്കം തടഞ്ഞതിനെ തുടർന്നാണ് ഇവർ കാർ നിർത്താൻ തയ്യാറായത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഏതായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ തന്നെ എത്ര ക്രൂരവും പൈശാചികവുമായിരുന്നു ഈ CISF ഉദ്യോഗസ്ഥരുടെ ഈ കൊലപാതകം എന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. ശരി, നിതിൻ.